ഹലോ ഗൈസ്, നമുക്ക് മാലേ സിറ്റി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? എൻ്റെ ഈ ഒരു ട്രാവൽ വ്ളോഗ് നമ്മുടെ ഐലൻഡിൽ നിന്ന് മാലേ സിറ്റിയിലോട്ടുള്ള ട്രാവൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ കുറേ ഫോളോവേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഐലൻഡ് മാലയിൽ നിന്ന് എത്ര ദൂരത്താണെന്നുള്ളത്. ഏകദേശം 5 hours നമ്മൾ ഈ വരുന്ന ഫ്ലൈയിങ് ഫിഷ് എന്ന് പറയുന്ന ബോട്ടിൽ ട്രാവൽ ചെയ്താലാണ് നമുക്ക് ഐലൻഡിൽ നിന്ന് മാലേ വരെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നത്. ഫ്രൈഡേ ഒഴിച്ച് എല്ലാ ദിവസവും ബോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് നമ്മുടെ സീറ്റ് സെക്യൂർ ചെയ്യണം. എസ്പെഷ്യലി ഹോളിഡേയ്സ് ആണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആവില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹോളിഡേ ടൈമിലാണ് മാലേ സിറ്റിയിലുള്ളവർ ഐലൻഡിലോട്ട് വരുന്നതും ഐലൻഡിലുള്ളവർ മാലേ സിറ്റിയിലോട്ട് പോകുന്നതും. അപ്പോൾ ആ ഒരു ടൈമിൽ സീറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഐലൻഡിൽ നിന്ന് പോകുന്ന എല്ലാവരെയും യാത്രയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തന്നെ ഹാർബറിൽ കാണും. എൻ്റെ കൂടെ മാലയിൽ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്ന കോ പാസഞ്ചേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്ക് എന്തെങ്കിലും ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതവർ ലേബൽ ചെയ്ത് ഡെക്കിന് താഴെയുള്ള സ്റ്റോറേജ് സ്പേസിൽ അവരത് കീപ്പ് ചെയ്യും. ആൻഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയി കഴിയുമ്പോഴത്തേക്കിനും അത് കറക്റ്റായിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ ഞാനും എൻ്റെ ലഗേജൊക്കെ കൊടുത്ത് ഫ്ലൈയിങ് ഫിഷിൽ കയറി. സീ വളരെ കാമാണ് എന്നുണ്ടെങ്കിൽ ബോട്ട് യാത്ര വളരെ സുഖമാണ്. നമുക്ക് വളരെ സുഖമായിട്ട്, അതായത് 5 hours ട്രാവലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു 5 hours വളരെ സുഖമായിട്ട് നമുക്ക് ബോട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങാം. കാരണം എന്ന് വെച്ചാൽ റിക്ലൈനർ സീറ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സുഖമായിട്ട് ആ ഒരു 5 മണിക്കൂർ കിടന്നുറങ്ങാൻ പറ്റും. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡിലാണ് ബോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയില്ല, വളരെ സുഖമായിട്ട് നമ്മൾ പോകും. ബട്ട് ഐലൻഡുകളിൽ സ്റ്റോപ്പുണ്ട്. ഐലൻഡുകളിൽ നിർത്തുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഉറക്കത്തിൽ നിന്ന് എണീക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോപ്പിൽ അവിടെ ആ ഒരു ഐലൻഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു സൗണ്ട്, അതായത് അത്രയും നേരമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സൗണ്ട് പെട്ടെന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീക്കും. അതാണ് വൺ ഓഫ് ദ തിങ് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ഇൻ ബോട്ട് ജേർണി. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് നോക്കിയാൽ തന്നെ ഇത് എത്രമാത്രം സ്പീഡിലാണ് ഈ ഒരു ഫ്ലൈയിങ് ഫിഷ് അല്ലെങ്കിൽ ഈ ഒരു ബോട്ട് പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ബോട്ടിനുള്ളിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ലൈഫ് ജാക്കറ്റും ഈ ഒരു പ്ലാസ്റ്റിക് ബാഗും നമ്മൾ പാസഞ്ചേഴ്സിനുള്ളതാണ്. ഇഫ് ഇൻ കേസ് സീ റഫാവോ അല്ലെങ്കിൽ എന്തെങ്കിലും, സാധാരണ നമ്മൾ യൂസ് ആക്കാറില്ല, ബട്ട് ഇഫ് ഇൻ കേസ് സേഫ്റ്റി പ്രിക്കോഷൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ബാഗ്. ഇന്ന് എൻ്റെ ഈ ഒരു ട്രാവലിൽ സീ അത്യാവശ്യം നല്ല കാമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും മീൻസ് സീയുടെ റഫ്നെസ്സിൻ്റെ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ബട്ട് it may not be same every day. If the sea is really rough, we might experience motion sickness and feel like vomiting. പിന്നെ നമുക്ക് റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും സമയമെടുക്കുന്ന ട്രാവൽ ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് 1 bottle വാട്ടർ, പിന്നെ ഒരു ജ്യൂസ് പാക്കറ്റ്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഇന്നത്തെ ബോട്ടിലെ ക്യാപ്റ്റനാണിത്. മിനിമം ഒരു 3 സ്റ്റാഫ് എങ്കിലും ഇതിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. ഈ ഉറക്കം അല്ലാണ്ട് നമുക്കിതിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം നീണ്ടു നിവർന്ന് കിടക്കുന്ന കടൽ മാത്രം. സോ നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. വി വിൽ ഓട്ടോമാറ്റിക്കലി fall asleep. This boat has a maximum capacity of 63, including 61 passengers and 2 staff members. We also have toilet facilities available on this boat. And look at me, what a mess I have become because of the wind. And finally, ladies and gentlemen, we are arriving at our destination. So guys, നമ്മൾ മാലേ സിറ്റിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, യെസ്, വി അറൈവ്ഡ് അറ്റ് മാലേ സിറ്റി. അങ്ങനെ ബോട്ട് ഹാർബറിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് അവർ പാസഞ്ചേഴ്സിനെ ഇറക്കും. മെയിൻ വൈൽ നമ്മുടെ ലഗേജസ് അവർ സേഫായിട്ട് ഹാർബറിലോട്ട് എടുത്തു വെക്കും. നമ്മുടെ ലഗേജ് കിട്ടുന്ന ആ ഒരു സമയം വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ലഗേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതും എടുത്ത് ടാക്സി വിളിച്ച് നമ്മളുടെ എവിടെയാണോ നമ്മുടെ സ്റ്റേ നമുക്ക് അങ്ങോട്ട് പോകാം. ആൻഡ് ഈ ഒരു ടൈമിൽ മാലേ സിറ്റിയിൽ ടാക്സി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ടാക്സി നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പല ഐലൻഡുകളിൽ നിന്നുള്ള ബോട്ടുകളാണ് ഇവിടെ വരുന്നത്. സോ ആ ഒരു ഏരിയ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. സോ ടാക്സി നമ്മൾ അവേഴ്സ് റൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് അവൈലബിൾ ആണ്. അതിൽ കൂടെ നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
നിങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് കാണുന്നതാണ് വെല്ലാന ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാനിത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കുമ്പോൾ അടുത്താണെങ്കിലും എയ്തർ ബൈ റോഡ് ഓർ ബൈ ബോട്ടാണ് നമുക്ക് വെല്ലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകാൻ പറ്റുന്നത്. ബോട്ടിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ടാക്സിയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ 70 റുപ്പിയ നമ്മൾ പേ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇവിടുത്തെ ഫെറി ടെർമിനൽ. നമ്മൾ എവിടോട്ടെങ്കിലും ഇപ്പോൾ ഹുളുമാലെ പോകണമെന്നുണ്ടെങ്കിലും എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ റൂമിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു കാഴ്ചയാണിത്. ഹുളുമാല ഐലൻഡ് വൺ ഓഫ് ദ സീനിക് ഐലൻഡ് നിയർ മാലയാണ്. വളരെയധികം ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഒക്കെയുള്ള നല്ലൊരു ഐലൻഡാണ് ഹുളുമാല. ആൻഡ് ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ റൂമിൽ വന്നു. ഇതാണ് ഞാൻ എടുത്ത റൂം. ഇനി കുറച്ച് നേരം നമുക്കൊരു റൂം ടൂർ കണ്ടാലോ? I hope you guys enjoyed this video. If you like it, please like, share and subscribe to my channel. That's all for today's video. See you in the next one. Bye.